നാം ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ആരോഗ്യത്തിന് ഗുണകരമാകാറുണ്ടോ എന്ന് എത്ര പേർ ചിന്തിക്കാറുണ്ട്? നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആധുനിക രീതിയിൽ ഫലങ്ങളും പച്ചക്കറികളും വിളയിച്ചെടുക്കുന്നെങ്കിൽ അതൊരു നിസ്സാര കാര്യമല്ല. അതെ, നഷ്ടങ്ങളെ ഭയന്ന് ആരും ചെയ്യാൻ മടിക്കുന്ന കാർഷിക മേഖലയെ അധ്വാനം കൊണ്ട് വിജയിച്ചു കാണിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് മെട്രോ 7 ന്യൂസിന്റെ വിശിഷ്ടാതിഥി. എൻ്റെ പേര് രാമകൃഷ്ണൻ. ഇത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കങ്ങരപ്പടി എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം. ഇത് വടകോട് കര എന്ന പേരിലാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ പരമ്പരാഗതമായിട്ട് കാർഷിക വൃത്തികൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു അധികം പേരും. എൻ്റെ പിതാവൊക്കെ കൃഷിക്കാരൻ തന്നെയായിരുന്നു. എന്തിനേറെ പറയുന്നു, ഈ HMT വന്നിരിക്കുന്നതിന് ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങളുടെ കൃഷിഭൂമിയാണ് എന്ന് HMT കമ്പനിക്ക് വേണ്ടി അവർ അക്വിസസ് ചെയ്ത് കേരള ഗവൺമെൻറ് എടുത്തിട്ട് അതിൻ്റെ ഭാഗമാണ് ഇന്ന് മെഡിക്കൽ കോളേജ് വന്നിരിക്കുന്നതും കിൻവ വന്നിരിക്കുന്നതൊക്കെ. അപ്പം ഞങ്ങളുടെ കൃഷിഭൂമിയിൽ നല്ല ശതമാനം സ്ഥലം ഇങ്ങനെ കമ്പനിക്ക് വേണ്ടിയും അതിനുശേഷം മെഡിക്കൽ കോളേജും കിൻവയ്ക്കൊക്കെ വേണ്ടിയൊക്കെ പോയി. ഇപ്പോൾ ബാക്കി വരുന്ന ഈ താഴ്ന്ന പ്രദേശം, ഇതിനോട് ചേർന്ന പ്രദേശമുള്ള മെഡിക്കൽ കോളേജ്, ഈ പ്രദേശങ്ങൾ ഞങ്ങളാരും വിറ്റ് പോകാത്തത് കൊണ്ട് ഇപ്പോഴും കാർഷിക വൃത്തി നമ്മൾ മുഖ്യമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം ഫുള്ളായിട്ട് ഞങ്ങൾ വാഴ, പ്ലാവുകൾ, ലോകത്ത് എവിടെ കിട്ടുന്ന പ്ലാവുകളും ഇവിടെ ഉണ്ട്. അതിൽ മാവിനങ്ങൾ, ഏതെല്ലാം മാവ് നമുക്കിവിടെ കിട്ടും ആ മാവിനങ്ങൾ മുഴുവൻ നമ്മുടെ അടുക്കെ ഉണ്ട്. അതായത് ജപ്പാനിൽ ഏറ്റവും കൂടുതൽ 1 കിലോ മാമ്പഴത്തിന് 2 ലക്ഷം രൂപ വില വരുന്ന മിയാസാക്കി കേട്ടില്ലേ, മിയാസാക്കി പോലും നമ്മുടെ ഈ തോട്ടത്തിലുണ്ട്. മിയാസാക്കി, ബനാന മാങ്കോ, ഹിമാപസന്ത് എന്ന് വേണ്ട ലോകത്തിലെ മൂല്യം കൂടിയ മാമ്പഴത്തിൻ്റെ മാങ്ങകൾ. ഇപ്പോൾ ഞാൻ ഈ പിടിച്ചിരിക്കുന്നത് തന്നെ പ്രിയൂരിൻ്റെ ഗ്രാഫ്റ്റാണ്. പ്രിയൂർ മാവ് കേട്ടില്ലല്ലോ, പ്രിയൂരിൻ്റെ ഗ്രാഫ്റ്റാണ്. അത് നല്ല ഇനം മാങ്ങകളാണ്. ഒരു താഴെ വലിയ മാവുണ്ട്. ഒരു മാവിൽ നിന്ന് ശരാശരി 3000-4000 രൂപയുടെ മാങ്ങ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അതിൻ്റെ വില, മാങ്ങയുടെ വില വീണ്ടും ക്രമാതീതമായി കൂടിയതുകൊണ്ട് അതിൽ കൂടുതൽ നമുക്ക് വില പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇതെല്ലാം ഒരു എക്സോട്ടിക് ഇനം വരിക്കയാണ്, സിന്ദൂര വരിക്ക. ഈ പ്ലാവ് സിന്ദൂര വരിക്ക അതെല്ലാം വിദേശ ഇനങ്ങളാണ്, കേരളത്തിലതൊന്നുമില്ല. ഇനി പറയുകയാണെങ്കിൽ ഇത് സ്വീറ്റ് ടാമറിൻറ്റ് കേട്ടല്ലോ, മധുരപ്പുളി, വാളംപുളി തന്നെയാണ്. ഓരോ വാളംപുളിക്കും മധുരം ഉണ്ടായിരിക്കും, അതാണ് മധുര വാളംപുളി, സ്വീറ്റ് ടാമറിൻറ്റ്. ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വരുത്തിച്ചതാണ്. ഓരോ തൈകളും വരുത്തുന്നതിന് അതിൻ്റേതായ റേറ്റ് വരും. മാത്രമല്ല അങ്ങനെ പ്രത്യേക ഇനങ്ങളായതുകൊണ്ട് നമ്മൾ കീപ്പ് ചെയ്യുക. ഒരു പീസെങ്കിലും നമ്മുടെ തോട്ടത്തിൽ വേണം, ആൾക്കാർ കാണാൻ, അല്ലെങ്കിൽ അനുഭവിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതുണ്ടെന്ന് പറയാൻ. ഇപ്പം ഇത് മാങ്കോസ്റ്റീനാണ്. ഞാൻ താമസിക്കുന്ന പുരയിടത്തിൽ വലിയ മാങ്കോസ്റ്റീനുണ്ട്, ഞാൻ ചെറിയ മാങ്കോസ്റ്റീൻ ഇവിടെ വെച്ചു. ഇത് മലയുടെ മുകളിലാണ്, എപ്പോഴും വെള്ളം വേണം എന്നിരുന്നുണ്ട്. ഈ പറമ്പിൽ എപ്പോഴും വെള്ളം കിട്ടും, കാരണം ഫുൾ ടൈം വെള്ളത്തിൻ്റെ സംവിധാനം നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. ഇത് മാങ്കോസ്റ്റീൻ. അതുപോലെ തന്നെ അബിയു ഞാൻ കാണിച്ചു തരാം. ഇത് അബിയു ആണ്. അതും നല്ല വിലയുള്ള പഴവർഗ്ഗ ചെടിയാണ് അബിയു. അത് മുട്ടിപ്പഴം. ഇത് മുട്ടിപ്പഴം. ഇത് തോത്താപ്പൂരി, നമ്മൾ നീളമുള്ള മാമ്പഴം ഉണ്ടല്ലോ, തോത്താപ്പൂരി അത് കായ്ച്ചിട്ടില്ല. ഇത് കല്ലുകെട്ടി എന്ന് പറഞ്ഞാൽ വലിയ മാങ്ങ ഉണ്ടാവില്ലേ, ഒരു മാങ്ങയ്ക്ക് ഏകദേശം 1 കിലോ ഒക്കെ വരുന്നത്. ആ ഇനം ആയിട്ടുള്ളതൊക്കെ ആകും. 2 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ വാ, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇതെല്ലാം കാണിച്ചു തരാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ നമ്മൾ ആപ്പിൾ വർഗ്ഗത്തിൽ ആപ്പിൾ ഉണ്ടല്ലോ, ഇത് ട്രോപ്പിക്കൽ ആപ്പിളാണ്. വാം ക്ലൈമറ്റിലും കായ്ക്കുന്ന ഒരു ഇനം ആപ്പിളാണത്. ഇതിനും വലിയ മരം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ താഴെ കണ്ട റോയൽ മലാവിയൻ ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി ഇതാണ് വാഴ. അതും കുലച്ച് കഴിഞ്ഞു. അതിൻ്റെ പേര് തന്നെ റോയൽ ഗവാന ക്യൂൻ, ആഫ്രിക്കയാണ്. നല്ല നീളമുള്ള കൊലകൾ. കഴിഞ്ഞ പ്രാവശ്യം ഒരു കൊല ഇതിൻ്റെ മാതൃവാഴയിൽ നിന്നുണ്ടായിട്ട് 30 കിലോ ഉണ്ടായിരുന്നു. സാധാരണ കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ അവർക്ക് എടുക്കാനും പറ്റില്ല, നമുക്ക് തിന്നാനും പറ്റില്ല, എല്ലാവർക്കും മുറിച്ച് കൊടുക്കേണ്ടി വരും. ഇതും അബിയു ആണ്. ദേന എൻ്റെ ഈ വലത് കയ്യിൽ ഞാൻ പിടിച്ചിരിക്കുന്ന അബിയു കണ്ടില്ലേ, മഞ്ഞ നിറമുള്ള പഴങ്ങളുണ്ടാകുന്ന അബിയു ആണ്. ഇത് തായ്ലൻഡ് വെറൈറ്റി പ്ലാവാണത്. ഇനി ഇപ്പുറത്തേക്ക് പ്ലാവിൻ്റെ ധാരാളം ഇതുണ്ട്. ഇത് ഒരു പ്രത്യേക വെറൈറ്റി കംബോഡിയനാണ്. നങ്കടാക്ക് കേട്ടോ, നങ്കടാക്ക്. നമ്മുടെ എല്ലാ ചക്കയും തടിയിലല്ലേ നമ്മൾ ചക്ക ഉണ്ടാവുന്നത്, തടിയിൽ. ഇതങ്ങനെയല്ല, ഇലഞ്ഞെട്ടിൽ ഇതിന് കായ ഉണ്ടാകും. ഇവിടെ കായ് കിടപ്പുണ്ട് വരണം.
ഈ നമ്മുടെ ഇലഞ്ഞെട്ടിൽ കായ ഉണ്ടാകുന്ന പ്ലാവുകൾ ഏതനാ? അയിനിച്ചക്ക അല്ലെങ്കിൽ ആഞ്ഞിലിച്ചക്ക ഇലഞ്ഞെട്ടിലാണ്. കടച്ചക്ക എന്ന് പറയില്ലേ, കടച്ചക്ക ഉണ്ടാകുന്ന എവിടെയാ? ഇലഞ്ഞെട്ടിലാണ്. അങ്ങനെ ഇലഞ്ഞെട്ടിൽ ഉണ്ടാകുന്ന ഒരിനം പ്ലാവാണ് ഇത്. ഇതിൻ്റെ പേരാണ് നങ്കടാക്ക്. ചക്ക ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്, അടുത്ത് നിന്ന് കാണാം. നങ്കടാക്ക് തന്നെ ഇതിൻ്റെ ഇതിൻ്റെ കണ്ട ഇലയിൽ ഞെട്ടില വന്നിട്ടുണ്ട്. നങ്കടാക്ക് ഇതിൻ്റെ പ്രത്യേക വലിയ ചക്കയാവില്ല. ഇത് തായ്ലൻഡിലാണ് അധികവും, കംബോഡിയയിലും തായ്ലൻഡിലും മാത്രമേ ഉള്ളൂ ഇത് രസമായിട്ട്. അതായത് പഴയ ചെമ്പടാക്കിൻ്റെ ഒരു മിക്സാണ്. ചെമ്പടാക്കും ട്രോപ്പിക്കൽ വാം ആപ്പിൾ കായ്ക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതുകൊണ്ട് നമ്മളിതിനെ ഇവിടെ നിലനിർത്തിയേക്കാണ്. വരുമോ എങ്ങനെ വരുമോ നമുക്ക് കണ്ടറിയാം. എന്നാലും നമുക്കറിയാം ട്രോപ്പിക്കൽ വാം ആപ്പിളാണ് ഇത്. ഏകദേശം ഒരു തൈന് 750 രൂപയോളം കൊടുത്ത് വരുത്തിച്ചതാണ്. ഇതിൻ്റെ തടിയിൽ ചക്ക ഉണ്ടാവില്ല, ഇലക്കമ്പിലാണ്. ഇലക്കമ്പിൽ മുട്ടിട്ട് ആ മുട്ട് കായായിട്ട് വിരിയും. ഇത് കംബോഡിയൻ ബ്ലാക്കാണ്. മാങ്ങ ഉണ്ടാവുകയാണെങ്കിലും ബ്ലാക്കായിരിക്കും, പൂവും ബ്ലാക്കാണ് എല്ലാം. ഇത് കഴിഞ്ഞ കൊല്ലം പൂത്തു, ഈ തവണ ഇല്ല. ഈ വലിയ മാവ് നമ്മുടെ ചന്ദ്രക്കാരൻ എന്ന് പറഞ്ഞ മാവിനല്ലേ? അത് തന്നെ, ചന്ദ്രക്കാരനാണ്. മാങ്ങ തീർന്നു, മാങ്ങ ഉണ്ടായ സീസൺ കഴിഞ്ഞു. ഈ മാവുകൾ കോശേരി ഇനത്തിൽപ്പെട്ട മാവ്. കോശേരി മാങ്ങ എന്ന് കണ്ടിട്ടുണ്ടോ? ഏകദേശം 1 കിലോളം വരുന്ന മാങ്ങകളാണിത്. കോശേരി മാങ്ങ. ഇത് നല്ല വലിയ വലിപ്പമുള്ള മാങ്ങ. ഇത് നമ്മുടെ ഏകദേശം കൂത്താട്ടോളത്തിനടുത്തൊരു ഫാമിലിയിൽ കോശേരിക്കാരുടെ കുടുംബത്തിൽ നിന്ന് കണ്ടുപിടിച്ചതുകൊണ്ടാണ് അതിനെ കോശേരി ഇനം എന്ന് പറയുന്നത്. സെയിലിനാണ് R2E2 എന്നുള്ള മാങ്ങ കേട്ടിട്ടുണ്ടോ? R2E2 നല്ല മധുരമുള്ള ഇതാണ്. ഇതിൻ്റെ ഓസ്ട്രേലിയയുടെ തനതായ മാങ്ങയാണിത്. R2E2 ധാരാളമായിട്ട് കായ്ക്കും, നന്നായിട്ടുണ്ടാകും. ഇത് നാടൻ പണ്ട് കൊച്ചു കുട്ടികൾക്ക് അരിഞ്ഞ് കൊടുക്കുന്ന കണ്ണൻ വാഴ എന്നിട്ടല്ല, കുന്നൻ വാഴ അഥവാ കണ്ണൻ വാഴ. ഇതിൻ്റെ കായാണ് കുട്ടികൾക്ക് ആഹാരമായിട്ട് കൊടുക്കൂലേ, ഉണക്കി പൊടിച്ച് കൊടുക്കുന്നത്. അതാണ് ഈ വാഴ, കണ്ണൻ വാഴ അല്ലെങ്കിൽ കുന്നൻ വാഴ. ഈ കുഞ്ഞ് മാവ് കാച്ചെടുക്കണം ഉണ്ടാവും. ഇനി ഇത് ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ സാധനമാണ്. ഒരു ഒരു ഒട്ടുമാവിൻ്റെ അടുക്കുന്ന അതിന് പിന്നെ ചേട്ടനപ്പുറത്തുണ്ട്. ഇത് കുളമ്പ് മാവ്. കുളമ്പ് കേട്ടണം, കഴിഞ്ഞ വർഷം നിറയെ വാങ്ങേണ്ടത്, ഈ തവണ ഇല്ല. ചിലപ്പോൾ വരുമായിരിക്കാം. കുളമ്പെന്ന് പറഞ്ഞാൽ എവിടത്തെയാ? ശ്രീലങ്കയിലെ കൊളംബോ. കൊളംബിൽ നിന്ന് വന്ന മാവായതുകൊണ്ടാണ് ഇതിന് കുളമ്പ് വെറൈറ്റി. കുളമ്പ് നല്ല ഇത് കഴിഞ്ഞ കാച്ച് ഞാൻ തടിയൊക്കെ വേറെ കമ്പൊക്കെ ഇട്ട് കൊടുത്ത് നിർത്തിയതാണ്. എല്ലാ കമ്പും തന്നെ കായ്ച്ചു. അപ്പോൾ ഈ തവണ കായ്ക്കുമായിരിക്കാം, ആയിട്ടില്ല. നമ്മുടെ ഈ പുറയിലുള്ളത് ഇത് ചക്കരക്കുട്ടി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ജില്ലയിലെ ചക്കരക്കുട്ടി കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു മാങ്ങ, ചപ്പി കുടിക്കാവുന്ന ചെറിയ മാങ്ങകളും ധാരാളമായിട്ടുണ്ടാവും ചക്കരക്കുട്ടി. ഇത് നല്ല ഇതാണ്. അതിന് ഒരു തൈന് തന്നെ ഞാൻ 700 രൂപ കൊടുത്ത് ഇവിടെ എത്തിച്ചതാണ്. നല്ല ഇനം മാവുകൾ. ഈ നിൽക്കുന്ന എല്ലാ വാഴയും തന്നെ നല്ല ഹൈ റേഞ്ചുള്ളതാണ്. ഇത് രൂപ് സാഗർ എന്ന് പറയുന്നൊരു മാവിൻ്റെ ഇനമാണ്. ഇത് കണ്ട രൂപ് സാഗർ കിടക്കണുണ്ടോ? താഴെ മുതൽ ഇതിലൊക്കെ ഉണ്ട് മാങ്ങ. വലിയ ഇത്ര നീളമുള്ള മാങ്ങയായിരിക്കും. ഏകദേശം ഒരു 7 ഇഞ്ച് 8 ഇഞ്ച് നീളം വരുന്ന മാങ്ങ. പക്ഷെ മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ മഞ്ഞ നിറം വീഴില്ല, ആ പച്ച നിറത്തിൽ തന്നെ പഴമായിരിക്കും. പുറം തോട് പച്ച തന്നെയായിരിക്കും. നല്ല സ്വീറ്റ് ആയിരിക്കും. വളരെ രുചികരമാണ് ഇത്. ഇതും കൊളംബോ എന്ന ശ്രീലങ്കൻ വെറൈറ്റിയാണ്. നമ്മുടെ ആളുകൾ പണ്ട് ശ്രീലങ്കയിലൊക്കെ ജോലിക്ക് പോയ ആൾക്കാർ, തോട്ടം തൊഴിലാളികൾ, അവരുടെയൊക്കെ പിന്നാലെ തന്നെ മാവിൻ്റെ അണ്ടി വന്നതായിരിക്കണം. മാവിൻ്റെ വിത്ത് അങ്ങനെ വന്നതാണ്. ഇതൊക്കെ പൂവൻ വാഴകൾ. കുറച്ച് പൂവൻ നട്ടുണ്ട്, പൂവൻ്റെ കൊലയും കിടപ്പുണ്ട്. നല്ല ഒരു എങ്ങനെ വന്നാലും 12 കിലോ 14 കിലോ ഒക്കെ കിട്ടാവുന്ന വാഴകളാണ് ഇതൊക്കെ. മൂത്തോണ്ട് ഇനി ഒരു 15 ദിവസത്തെ വിള കൂടി ബാക്കിയുണ്ട്. ഇവിടെ ആദ്യം പറയുന്നത് വിയറ്റ്നാം സൂപ്പർ ഏർലി ചക്ക. അതിൻ്റെ പ്രത്യേക ഏത് കുഞ്ഞു കമ്പിലും കായ്ക്കും ഇത്. വിയറ്റ്നാം സൂപ്പർ ഏർലി താഴെ വരെ ഒരു ട്രിപ്പ് ഉണ്ടായി കഴിഞ്ഞതാണ്. അതിൻ്റെ വിളവെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് ട്രിപ്പാണ് ഈ പ്ലാവുകൾ വീണ്ടും കായ്ക്കുക. താഴെ ഇരിക്കുന്നുണ്ടോ? ബാക്കിൽ താഴെയൊക്കെ ഇരിക്കുന്നു. ഇതിന്റെ മുകളിൽ ഇങ്ങനെ പരന്നിരിക്കുക. അത് മൂക്കുന്നനുസരിച്ച് നന്നായിട്ട് പരന്നു വരും. നല്ല സ്വീറ്റാണ്, അതിന് സുഗന്ധമുണ്ട്. ഈ ചക്ക പഴുത്ത് കഴിഞ്ഞാൽ പഴുത്തുനിന്ന് നമ്മളോട് ആരും പറയേണ്ട, മുട്ടി നോക്കൊന്നും വേണ്ട. അടുക്ക വരുമ്പോൾ തന്നെ സ്മെല്ല് കിട്ടും. നല്ല വെറൈറ്റിയാണ്. പിന്നീട് താഴെ നിറയെ ചക്കടമുണ്ട്. പക്ഷേ അതിന് താങ്ങാനാവുന്ന ഇതിന് കടക്കി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, മറിയില്ല. മേലെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം മറിഞ്ഞു പോയേനെ. 3 മുതൽ 9:30 വരെ. അതിനിടയ്ക്ക്
1 കിലോ ചക്കയ്ക്ക് 40 രൂപ ഇപ്പം മാർക്കറ്റിൽ വിലയുണ്ട്. നല്ല ഇനം ചക്ക ആയതുകൊണ്ട്. നാടൻ ചക്കയ്ക്കുണ്ട് 35 രൂപ. ബംഗാളി എന്നുള്ള വാഴയാണിത്. ബംഗാളിൽ നിന്ന് കൊണ്ടുവന്ന വാഴയിനം. ഇത് കറിക്ക് ഉത്തമമാണ്. പഴം വരാണെങ്കിൽ ഏത്തപ്പഴത്തിൻ്റെ അത്രയും ഇതില്ല. ഞാൻ ബംഗാളിലെ പിള്ളേരോട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരിൽ കൂടെ കൊണ്ടുവരിച്ച വാഴകളാണ് നല്ല. ഏത്തപ്പഴം കായ് പോലെ ഇരിക്കണം, വെളുപ്പാണ്, മഞ്ഞ നിറമില്ലേ. സാധാരണ ഈ ഏത്തക്കായൻ്റെ ഒരു റോസ് കളർ ഉണ്ടാവില്ലേ, ആ ഒരു ക്രീം കളറില്ല, വൈറ്റ് ആയിരിക്കും. ഈ മാവിൻ്റെ ചരിത്രം തന്നെ പറയാറുണ്ട്. ഈ മാവ് പൂക്കുന്നതും പൂവിന് നല്ല ചുവന്ന പൂവ്, പിന്നെ കണ്ണിമാങ്ങ, ചുവന്ന കണ്ണിമാങ്ങ, വലിയ മാങ്ങയായാലും ചുവന്ന മാവ്. ഞാൻ സ്ഥിരം എറണാകുളത്ത് പോകുമ്പോൾ നമ്മുടെ ഖത്തർ കടവിൽ ഒരു റോഡ് സൈഡിലൊരു മാവ് നിൽപ്പുണ്ട്. പലപ്പോഴും ഞാൻ ഇതിൻ്റെ ഒരു തൈ പിടിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. ഒരു ദിവസം ഞാൻ വരുമ്പോൾ മാവ് റോഡ് വൈഡനിങ്ങിന് വേണ്ടി വെട്ടിയിട്ടേക്കുക. ആ മാവിൻ്റെ 2 കമ്പെടുത്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ ചെറിയ മാവിൻ്റെ വിത്ത് മുളപ്പിച്ചതിൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് ഞാനതിനെ കയറ്റി. 2ഉം പിടിച്ചു. അതിൽ ഒന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും അത് ഉണങ്ങിപ്പോയി. ഇപ്പോൾ അതിൽ ഒരെണ്ണമാണിത്. അതായത് ഇതിന് ചരിത്രം പറയാനുണ്ട്. ഖത്തർ കടവിൽ നിന്ന് വലിയ മാവിൻ്റെ കുഞ്ഞാണ്. അവൻ്റെ അതേ ഗുണത്തോടു കൂടി, അതേ പാരമ്പര്യത്തോടു കൂടി നമ്മുടെ തോട്ടത്തേക്ക് കായ്ക്കും. ഇപ്പോൾ ഇത് നട്ടിട്ട് 3 വർഷമേ ഉള്ളൂ. ഉടനെ അടുത്ത വർഷങ്ങളിൽ ഇത് കായ ഉണ്ടാവും. അപ്പോൾ ചുവന്ന പൂവും ചുവന്ന മാങ്ങകളെയും നമ്മളിതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല ഇനമാവാണ്. ഈ കാണുന്ന പ്ലാവ് കംപ്ലീറ്റ് ചക്ക തീർന്നതാണ്. നിങ്ങളുടെ ഞെട്ട് കണ്ടോ, ചക്ക തീർന്നതായിട്ടുള്ള. ഇതിൽ നിന്ന് എനിക്ക് 10-20 കിലോ എബോവ് ചക്ക കിട്ടിക്കഴിഞ്ഞു. 20 നല്ല വിൽക്കാൻ കിട്ടി. ബാക്കിയുള്ള ചെറിയ 1-2 ചെറുതും. ഇനിയും ഈ തവണ കായ്ക്കുമെന്ന് അറിയില്ല, ചിലപ്പോൾ കാച്ചേക്കാം. ഇവനൊക്കെ അങ്ങനെയാണ്. ഇത് തായ് റെഡാണ് ഈ പ്ലാവ്. തായ്ലൻഡിലുള്ള ഉള്ളിൽ ചുവന്നിരിക്കുന്ന ചക്കയില്ലേ, ചോള കംപ്ലീറ്റ് ചുവപ്പ്. ഇത് തായ് റെഡ്. ഇതിന് സുഗന്ധമുണ്ട്, ആകർഷകത്വമുണ്ട്. ഇല്ല, അതായിട്ടില്ല, അതാകും. ഇതാണ് നമ്മൾ ആ താഴെ കണ്ട രാമൻ കപ്പയില്ലേ, രാമൻ കപ്പ എന്ന് പറയും. ഒരു കടയ്ക്ക് എങ്ങനെ വന്നാലും 25 കുറയാത്ത തൂക്കമുള്ള കപ്പകൾ. അതും നമ്മുടെ ICAR ഡെവലപ്പ് ചെയ്തതെന്നാണ് പറയണത്. നല്ല ഇനം ഇത്. അത് സ്വീറ്റ് ബേബി എന്ന് പറഞ്ഞ ഇനമല്ലേ, അതാണ്. നമ്മുടെ വിദേശ ഇനങ്ങളാണ്. ഇന്ത്യയിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ. ഇത് നമ്മുടെ കോട്ടനില്ലേ, കോട്ടൻ്റെ തൈകളാണ്. അത് കോട്ടൻ, പരുത്തി നമ്മൾ നടാറുണ്ട്. പരുത്തി ഉണ്ട്, ഇവരൊക്കെ പരുത്തി തൈ. പരുത്തിക്കും ഒത്തിരി ഗുണങ്ങളുണ്ടേ. മെഡിസിൻ വളങ്ങളൊക്കെ നമ്മൾ ജൈവവളമാണ്. ചാണകപ്പൊടി, കോഴിക്കാഷ്ടം, പിന്നെ ചായപ്പൊടി, കടയിലെ ചായപ്പൊടിയൊക്കെ കളക്ട് ചെയ്ത് ഇത് നിറച്ചുകൊണ്ടിരിക്കണം. കണ്ടോ, നിറച്ച് സീഡ്ലിങ്സ് പിടിപ്പിക്കുക. ഇത് വാഴ നമ്മൾ ഉണ്ടാക്കിയെടുത്ത വാഴകളുണ്ടായി ചെറുതൊക്കെ. ഓരോ പ്രത്യേകതരം വളങ്ങളാണോ, അല്ലെങ്കിൽ അല്ല, അത് നമ്മൾ നമുക്കറിയാം വാഴയ്ക്ക് എന്ത് കൊടുക്കണം എന്നൊക്കെ അറിയാം. അതനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ഈ കുരുവാണ് നമ്മൾ മുളപ്പിച്ച് അതിലാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതും ബഡ് ചെയ്യുന്നതൊക്കെ. കണ്ടോ, തൈകൾ കണ്ടല്ലോ. ഇത് വരിക്കച്ചക്കയുടെ കുരു. ഇതിൻ്റെ തൈയിലാണ് നമ്മൾ ബാക്കിയുള്ള ബഡ്ഡിങ് നടത്തുന്നത്. എപ്പോഴും അതിൻ്റെ കടഭാഗങ്ങളൊക്കെ നാടനായിരിക്കും. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ് സ്വർണ്ണമുഖിയാണ്. വലിയ കൊലകളുണ്ടാവുന്നത് സ്വർണ്ണമുഖി വാഴ. ഇവൻ മുള്ളാന്ത കേട്ടല്ലോ, നമ്മൾ ക്യാൻസറിനൊക്കെ ചികിത്സിക്കാൻ പറ്റുന്ന മുള്ളാന്ത അറിയാം, എല്ലാവർക്കും അറിയാം മുള്ളാന്ത. ഇതിൽ ചക്ക തീർന്നു, വലിയ ചക്ക ഉണ്ടായിരുന്നു മുഴുവൻ. ഇത് വിയറ്റ്നാം സൂപ്പർ ഏർലിയാണ്. വലിയ ചക്കളായിരുന്നൊക്കെ. ഇതിനിടയ്ക്ക് മിക്സ് ചെയ്ത് എല്ലാ പച്ചക്കറികളും നമ്മൾ ഇട്ടേക്കുക. ഇവൻ ചെയ്തോളൂ, ഇയാൾ പണി ഇതന്നെ ഒരു ചക്ക ഇരുന്നൊക്കെ കേടായിപ്പോയി നമ്മൾ. ഇതും വിയറ്റ്നാം സൂപ്പർ ഏർലിയാണ്. വിയറ്റ്നാം സൂപ്പർ ഏർലി ഈ തട്ടിലധികവും. പിന്നെ നമ്മൾ പയറുകളുടെ വിത്തെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. പയർ സീസണിൽ നമുക്ക് പയറിന് വിത്ത് വേണമല്ലോ. ആ വിത്തിൻ്റെ കളക്ഷൻ എന്നാണ് ഇത്. നല്ല അതിനെ എടുത്ത് ഇങ്ങനെ എടുക്കും, അങ്ങനെ ഉണക്കി വയ്ക്കുക. എല്ലാ ഇനം വിത്തുകളും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു പ്ലാവിന് നോക്കി എൻ്റെ പെക്യുലാരിറ്റി ഉണ്ട് ഇതിന്. എല്ലാം തണ്ടുകൾ, ചെറിയ ചെറിയ തണ്ടിലൊക്കെ ചക്ക ഉണ്ടാവണേ. കണ്ടോ, വലിയ ചക്ക വരെ അതിൻ്റെ മുകളിൽ തണ്ട് താഴെ വരെ ചെറിയ ചെറിയ തണ്ടില്ലേ, തണ്ടിൽ ചക്ക ഉണ്ടായിട്ട് അതിങ്ങനെ വളഞ്ഞ് തുഞ്ഞി പോകണുണ്ടോ. സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ. അല്ലെങ്കിൽ ഇത് മറിഞ്ഞു പോകും. ഇതിനിപ്പോൾ 2-3 കിലോ ഒക്കെ ആയി കഴിഞ്ഞു തൂക്കം. അപ്പോൾ എണ്ണം കൂടിക്കഴിഞ്ഞാൽ മറിയും. വേറെ ഈ നാട്ടിൽ ഇങ്ങനെ വിവിധ ഇനം കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. അവർക്കാർക്കും താല്പര്യമില്ലല്ലോ ഇതിൽ. കണ്ട, ഇതിൽ പയറിൻ്റെ വിത്തനങ്ങൾ കണ്ട, പല ഇനം പയറുകളാണ്. കോയമ്പത്തൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തേ.
ഒരു വെറൈറ്റി നല്ല നീളോടെ ഇത് കായ് ഈ തവണ ആയിട്ടില്ല, ചിലപ്പോൾ കായ ഉണ്ടാകുന്ന മഴയത്തായിരിക്കും, എല്ലാ സമയത്തും ഇടയ്ക്ക് ഉണ്ടാവും. നല്ല ഇനം മുരിങ്ങ. എന്തിനാ മുരിങ്ങയുടെ കായ തിന്നില്ലെങ്കിൽ ഇല തിന്നാൽ തന്നെ നല്ല ഔഷധ ഗുണമാണ്. മുരിങ്ങ ഇലയുടെ പുട്ടൊക്കെ കഴിച്ചിട്ടുണ്ടോ? മുരിങ്ങ ഇല ഉണക്കി പൊടിച്ചിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കും. കാരണം പലതരത്തിലുള്ള ഓർണമെൻ്റൽ മുളകുകൾ. ദിസ് വൺ വയലറ്റ് മുകളിലേക്ക് നിൽക്കുന്നത്, വയലറ്റ് താഴേക്ക് നിൽക്കണ്ട, നീല താഴേക്ക് നിൽക്കുന്നത്, അങ്ങനെ പല വെറൈറ്റി. മേലേക്ക് നിൽക്കുന്ന ഒരു വർഗ്ഗം മുളകിൻ്റെ. ഇതൊക്കെ ആ റഫീഖാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. മുളകുകൾ താഴേക്ക് നിൽക്കുന്നത്. അത് അങ്ങനത്തെ വെറൈറ്റി, പല വെറൈറ്റിയാണ്. അവൻ എവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ചത്. താഴെയും പ്ലാവുകളാണ്. ഇങ്ങനെയുള്ള വണ്ടുകളിലൊക്കെ ഞങ്ങൾ മത്തേ കൊമ്പളൊക്കെ നടത്തും. ഓർണമെൻ്റൽ ഇതായിരുന്നു. പക്ഷേ ഇത് കറിക്ക് ഉപയോഗിക്കാം. ഈ മുളകിന് പ്രശ്നമൊന്നുമില്ല. നിറം ഏതായാലും കറിക്കൊക്കെ ഉപയോഗിക്കാം. ഏത് മുളകും പഴുത്ത് കഴിഞ്ഞാൽ റെഡാണ്. മനസ്സിലായോ? അത് അത് റെഡാവും. ഉണക്കി കഴിഞ്ഞാൽ നമ്മുടെ റെഡ് പൊടിയായി, മുളക് പൊടിയായി. മുളകിൻ്റെ ഇപ്പോഴുള്ള നിറം പഴുത്ത് കഴിഞ്ഞാലല്ല, പഴുത്ത് കഴിഞ്ഞാൽ എല്ലാം ഒറ്റ നിറമുള്ളൂ, റെഡ് മാത്രം. ഈ പ്ലാവുകളും വീണ്ടും കായ്ക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ചുവട്ടിലൊക്കെ കായുണ്ട്. കണ്ടോ? അതിൻ്റെയൊക്കെ ഉള്ളിൽ കായായി. വെറൈറ്റിക്ക് തന്നെ 4 മീറ്റർ വരെ മാക്സിമം ഉള്ളൂ. ഇനി നമ്മളിതിനെ പ്രൂൺ ചെയ്യും, കൂടുതൽ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്യും. ഇതിന് ശരിക്കും വെയിൽ കൊള്ളണം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ തണ്ടുകൾ ഇല മുറിച്ചിട്ടില്ല, ഇല മുറിച്ചു. ആട് വന്നു കഴിഞ്ഞാൽ ഇല മുറിക്കും. ആടിന് തീറ്റയായി ഇത് സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ് കേട്ടിട്ടുണ്ടല്ലോ. ഇതാണ് ഈ കിഴക്കൻ തണ്ട് മുഴുവൻ മധുരക്കിഴങ്ങ്. അടുത്ത കാലത്ത് ഭയങ്കര പ്രചാരമായി, ഷുഗറിന് നല്ലതെന്നുള്ള. കിലോ 30 രൂപ 40 രൂപയൊക്കെയാണ് 1 കിലോ മധുരക്കിഴങ്ങിന്. ഈ പ്ലാവ് വളരെ കുഞ്ഞനാണെങ്കിലും 2 ചക്കടക്കാണ് എൻ്റെ ഉള്ളത് അല്ലേ. പ്ലാവിന് നേരെ നിൽക്കാനുള്ള ശക്തിയില്ല, പക്ഷെ അതിൽ കുഞ്ഞുണ്ട്. കണ്ടോ? ഇത് 3-ാമത്തെ വർഷം നമുക്ക് ചക്ക കിട്ടും. അപ്പോൾ കാത്തിരിപ്പ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചക്ക കിട്ടി കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്, നമുക്ക് സന്തോഷമുണ്ട്. എനിക്ക് പെട്ടെന്ന് ചക്ക കിട്ടി ഇല്ല. അപ്പോൾ കാത്തിരിക്കാൻ നേരത്തിന് പകരം ഇതൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന്. ഇപ്പോൾ കറി വയ്ക്കുന്ന ഇടിച്ചക്ക വരുള്ളൂ, ഇതൊക്കെ ഇടിച്ചക്ക വരുവാണ്. അങ്ങനെയും കറി വയ്ക്കാം. പക്ഷേ ഇവിടെ നിന്ന് ഇടിച്ചക്കയ്ക്ക് വലിയ ഡിമാൻഡൊന്നുമില്ല. ഇതിന് വേണമെങ്കിൽ നമുക്കിത് അരിഞ്ഞ് ഉണക്കി കഴിഞ്ഞാൽ ആടിനൊക്കെ തീറ്റ കൊടുക്കാം. പ്രോട്ടീനാണ്, ഫുൾ പ്രോട്ടീനാണ്. ഈ ഗ്യാപ്പിലൊക്കെ വഴുതിനൊക്കെ നട്ടിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതിൽ. പഴത്തിനാണെങ്കിൽ 10-20 ദിവസം 15 ദിവസം കിടക്കണം മിനിമം. ഇതിലിപ്പോൾ ഉണ്ടായി വരിക ചക്ക വീണ്ടും. ഇത് നമ്മുടെ കൂവപ്പൊടി എടുക്കുന്നില്ല, കൂവപ്പൊടി കടയിൽ നിന്ന് വാങ്ങുന്ന കൂവപ്പൊടിയില്ലേ, ആരോറൂട്ട് പൗഡർ, അതിൻ്റെ കൂവയാണിത്. വെള്ളക്കൂവെന്ന് പറയും. ഇത് കരുമാലൂര് കൃഷിഭവൻ ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ധാരാളമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആയിട്ടുള്ള കൂവയിനം നാടനാണ്. നന്നായിട്ട് നല്ല തൂക്കം ഉണ്ടാകുന്ന അടിയിൽ കിഴങ്ങുകളുണ്ടാവും. ഈ കിഴങ്ങുകൾ ഉണക്കി പൊടിച്ചോ അല്ലെങ്കിൽ അരച്ചിട്ടോ അതിൻ്റെ കലക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സെഡിമെൻ്റായിട്ട് അതിൻ്റെ പൗഡർ കിട്ടും. നല്ല ഇനമാണത്. കുട്ടികൾക്ക് നമുക്ക് വയറിളക്കം അല്ലെങ്കിൽ ഛർദിലൊക്കെ വരുമ്പോൾ ഗ്ലൂക്കോസിന് പകരം പണ്ട് കാലത്ത് ഗ്ലൂക്കോസ് ഉണ്ടായിരുന്നില്ലല്ലോ. ഗ്ലൂക്കോസിന് പകരം നമ്മുടെ പൂർവികരായ ആളുകൾ, മുൻഗാമികളെ ആൾക്കാർ തന്നിരുന്നത് ഇതാണ് കൂവപ്പൊടി. അല്പം ചൂടുവെള്ളത്തിൽ കാച്ചിയെടുത്തിട്ട് തരും. ഇതാണ് പൊപ്പാൽ വാഴ എന്ന് പറഞ്ഞാൽ. വാഴ ഇത് ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ കായിൻ്റെ ഷേപ്പ് അറിയും. ഞാൻ പറഞ്ഞില്ല, ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കും. എത്ര നീളമുള്ള ഉരുളക്കിഴങ്ങ് ഇരിക്കുന്ന പോലെ ഇരിക്കും, നല്ല വലിയതായിരിക്കും. ആയിട്ടുണ്ട് ഇടയ്ക്ക്. അത് തീറ്റപ്പുല്ല ആണല്ലേ. ഇതാണ് കരിമ്പ്. സൈഡിൽ വെള്ളം വീണ എപ്പോഴും വെള്ളം കിട്ടും നിന്നോളും. വാഴയ്ക്ക അത് കരിമ്പല്ല, അത് നാപ്പിയർ എന്ന് പറഞ്ഞൊരു തരം പുല്ലിനാണ് പശുക്കൾക്ക് കൊടുക്കാനുള്ളത്. എത്ര തരം മാവുകളാണ് ഇവിടെ ഏകദേശം ഒരു 36 വെറൈറ്റി മാവുകളുണ്ട്. 36. ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് നമുക്ക് മാവ് കിട്ടും ആ എല്ലാ ഇനം മാവുകളും നമ്മളിവിടെ വ്യത്യസ്തമായ ഏരിയകളിലായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതായത് പൂ തൊട്ട് അതിൻ്റെ പഴം വരെയുള്ള ഘട്ടത്തിൽ വ്യത്യസ്തമായ ഇനങ്ങളാണ്. ഓരോന്നും കണ്ടാൽ ഓരോ പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെയാണ്. നമുക്ക് കിലോ
വരെ 1 കിലോയ്ക്ക് എബോവ് വരുന്ന മാങ്ങ ഇനങ്ങൾ വരെയും ഇവിടെ ഉണ്ട്. ഇനി പ്ലാവിനങ്ങളാണെങ്കിൽ ഒരു 16 വെറൈറ്റി പ്ലാവുണ്ട് ഇവിടെ. അതാ ലോകത്തെ എല്ലാ ഭാഗത്തും കിട്ടുന്ന മെക്സിക്കൻ പ്ലാവുകളും കംബോഡിയൻ പ്ലാവുകളും തായ് പ്ലാവുകളും പിന്നെ വിയറ്റ്നാം പ്ലാവുകളും നാടൻ പ്ലാവുകളും എല്ലാം കൂടി സമ്മിശ്രമായിട്ട് പല ബാച്ചായിട്ട് പല ഭാഗത്തായിട്ട് നമ്മളിവിടെ നമ്മൾ ഇത് വളർത്തുന്നുണ്ട്. മാത്രമല്ല ഇതിനിവിടെ പലർക്കും വന്നാൽ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത വെറൈറ്റി എന്നൊരു പ്രചോദനം കിട്ടും. ഇതുകൊണ്ട് എൻ്റെ വീട്ടിലും ഒരു മാവ് നടണം, ഒരു പ്ലാവ് നടണം എന്ന് അങ്ങനെ ജനങ്ങൾക്കൊരു ഇന്തോസിയാസം അല്ലെങ്കിൽ ഒരു ജിജ്ഞാസ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രചോദനം ഉണ്ടാക്കി നമ്മൾ കൃഷി ചെയ്യിക്കാൻ വേണ്ടി ഈ ചെറിയ തോട്ടം ഉപകരിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പലപ്പോഴും നമ്മുടെ കൃഷിഭവനോട്, ഇത് കളമശ്ശേരി കൃഷിഭവൻ്റെ ഭാഗമാണ്, കൃഷിഭവനിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചിലരൊക്കെ വിളിച്ചു കൊണ്ടുവന്നതെല്ലാം കാണിക്കാറുണ്ട്. ഇതുപോലെ കൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവർ പ്രചോദനം നൽകാറുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്ത് തന്നെയാണെങ്കിൽ നമ്മുടെ ഈ തോട്ടത്തിൽ നിന്ന് ഏകദേശം 160ഓളം ഏത്തക്കുലകൾ നല്ല ഇനം തൂക്കമുള്ള, നമുക്ക് അന്ന് 35 രൂപ വില ഉണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ വില ഏത്തപ്പഴത്തിൻ്റെ വില 90 രൂപ 95 രൂപ വരെയും വന്നതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ വില കൂടി വന്ന സമയത്തും നമ്മുടെ തോട്ടത്തിൽ പഴമുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സുഭിക്ഷമാണ്. കാശ് കൊടുത്ത് നമ്മളിത് വാങ്ങി തിന്നതോ അല്ലെങ്കിൽ വിഷം അടിച്ചതോ അല്ല. ഇത് 90% നമുക്ക് ഓർഗാനിക്കാണ്. നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ജൈവ വസ്തുക്കളെ കൊണ്ടുള്ള കൃഷികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മുടെ പഠിച്ച ശീലങ്ങൾ അറിയാവുന്ന ആ രീതികളും ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. ഈ തോട്ടത്തിനെ കണ്ട അറിയാം, എല്ലാം ഇലകളും ചാരം, ചാണകം, കോഴിവളം, കമ്പോസ്റ്റ് ഇങ്ങനെയുള്ളതും പച്ചിലകളൊക്കെ ചേർത്തുള്ള കൃഷി മാത്രമേ ഇവിടെ ഉള്ളൂ. തനി നാടൻ രീതി. നമുക്ക് വലിയ കൊലകൾ വേണ്ട. പക്ഷേ ഏത്തക്കൊലയൊക്കെ ആണെങ്കിൽ വെറൈറ്റി ഐറ്റംസ് നോക്കുകയാണെങ്കിൽ 30-35 കിലോ വരെ ഈ രാസവളം ഇല്ലാഞ്ഞിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ രാസവളത്തോട് തീർത്തും എതിരൊന്നുമല്ല, പൊട്ടാഷൊക്കെ നേരിയ അളവ് ഉപയോഗിക്കാറുണ്ട്. കാരണം കൊലയ്ക്കൊക്കെ സമയത്ത് ഈ ഇതിന് പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതൽ വേണ്ടതുകൊണ്ട് NPK ആണല്ലോ, നമ്മൾ ചെറിയ നേരിയ അളവൊക്കെ പൊട്ടാഷ്യം ഉപയോഗിക്കാറുണ്ട്. എന്നൊരു വർദ്ധിച്ച ഇതിൽ രാസവളം മാത്രമല്ല ധാരാളമായിട്ട് ജൈവവളം നമ്മളിതിൽ ഈ തോട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഈ അടുത്ത് തന്നെ കിടന്ന കൂവ വെറൈറ്റി തന്നെ നമുക്കറിയാം, നാടൻ കൂവ. കുട്ടികൾക്ക് കൂവപ്പൊടി നമ്മൾ കാച്ചി കൊടുക്കാനും വയറിളക്കത്തിനൊക്കെ ഉള്ള ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യം നമുക്ക് നന്നായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ കീപ്പ് ചെയ്യുള്ളൂ. ഇനി അടുത്ത സമയത്ത് വീണ്ടും കൂടുതലാക്കണം എന്നാണ്. വേറെ സ്ഥലങ്ങളുണ്ട്, നമ്മുടെ ഇതിന് ബാക്കി കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കൃഷി ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ ഒരേ ഒരാളെ വെച്ചുകൊണ്ട് മാത്രമുള്ള കൃഷിയുള്ളൂ. കൂടുതൽ മാൻ പവർ ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരാളെ കൊണ്ട് കൃഷി ചെയ്യിക്കാനുണ്ടെങ്കിൽ 1000-1200 രൂപ ഡെയിലി കൂലി കൊടുക്കണം. അത് പറ്റാത്തത് കൊണ്ട് നമ്മൾ ആളെ ചുരുക്കി നമ്മളും കൂടെ ചെയ്യും. ഇപ്പോൾ രാവിലെ അവൻ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ പണിക്കാരൻ ചെയ്യാൻ തുടങ്ങി, ഒരു 11 മണി കഴിയുമ്പോൾ ഞാനും കൂടെ കൂടും. അങ്ങനെ ഞാനൊരു 2 മണി വരെയും പണിതിന് ശേഷം മാത്രമേ വീണ്ടും വേറെ എന്തെങ്കിലും കാര്യത്തിന് പോവുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ എഫർട്ടാണ് ഈ കാണുന്നതെല്ലാം. വേറെ മാൻ പവർ കൂടുതൽ പുറത്തുനിന്ന് എടുത്തിട്ടില്ല. പുറത്തുനിന്ന് കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് കൂലി കൊടുക്കേണ്ടി വരും. ഇപ്പം നമുക്ക് പ്രകൃതിക്ഷോഭം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കീടബാധിത കൊണ്ടോ ഒക്കെ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും നമ്മൾ സഹിക്കും. അല്ലാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പണച്ചെലവ് ഓർത്ത് നമുക്ക് ദുഃഖിക്കണ്ട. പണം പോയിട്ടുണ്ടാവില്ല, നമ്മുടെ അധ്വാനമാണ് നഷ്ടപ്പെട്ടുണ്ടാവുള്ളൂ. ചുരുക്കി നല്ല രീതിയിലുള്ളൊരു തോട്ടമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എത്ര ഏക്കറിലാണിത്? ഇപ്പോൾ ഈ ടോട്ടൽ കാണുന്നത് 2.5 ഏക്കറോളം വരും. 2.5 ഏക്കർ കൂടുതലുണ്ട്, 270 ഉണ്ട്. ഇനി അഡ്ജസ്റ്റൻ്റായിട്ട് എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ സ്ഥലമുണ്ട്, എൻ്റെ പുറയിലൊക്കെ ഉണ്ട്. അവരും കൃഷി ചെയ്യാണ്ടിട്ടേക്കാണ്. വേണമെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാൻ ആരെങ്കിലും നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാനാണെങ്കിൽ അതുകൂടി നമുക്ക് എടുത്ത് കൃഷി ചെയ്യാവുന്നതാണ്. ഈ പുറത്ത് കാണുന്ന സ്ഥലം ഒരു സിസ്റ്ററിൻ്റെയാണ്. അപ്പം ഞങ്ങളുടെ കൂടെ എൻ്റെ ഫാദറായിട്ട് കൃഷി ചെയ്ത ഏക്കർ കണക്കിന് സ്ഥലമാണ്. പക്ഷെ അത് ഇന്ന് ചെയ്യാൻ ആളില്ല. കാരണം ഇന്നത്തെ വർദ്ധിച്ച കൂലിച്ചെലവാണ് ഈ എല്ലാവരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് തന്നെ. കാരണം പിന്തിരിപ്പിക്കാതിരിക്കുന്നതാണ് പറ്റില്ല. കാരണം പൈസ കൊടുത്താൽ എല്ലാം റിട്ടേൺ വരില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് കൃഷി ചെയ്യേണ്ട എന്ന് തോന്നിപ്പോകും. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,